സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 134 ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. നൗ ഫൈൻഡ് ദ ക്വസ്റ്റ്യൻസ് ബിലോ ബൈ റിമൂവിങ് കോമൺ ഫാക്ടേഴ്സ്. ചുവടെയുള്ള ഹരണക്രിയകൾ പൊതുഘടകങ്ങൾ ഒഴിവാക്കി ചെയ്തു നോക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഹരണവും ഗുണനഫലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന നമ്പറുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷമാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ തരുന്ന നമ്പറുകളെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കോമൺ ആയിട്ടുള്ള നമ്പറുകളെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്നും കോഷ്യൻ്റ് കണ്ടുപിടിക്കുക, ഹരണഫലം കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് 600ഉം അതേപോലെ 150 600നെ 150 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 600 ഹരണം 150. നമുക്ക് 600നെ ചെറിയ ഘടകങ്ങളാക്കി മാറ്റണം അല്ലേ, അതായത് ഫാക്ടറുകളാക്കി മാറ്റണം. 100 × 6 600 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 100നെ വീണ്ടും നമുക്ക് ഫാക്ടറാക്കി മാറ്റാം, ഘടകങ്ങളാക്കി മാറ്റാം. അതായത് 10 × 10 100 എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ 6ന് നമുക്ക് 2 × 3 എന്ന് എഴുതാം. 2 × 3 ആണല്ലോ 6. അപ്പോൾ നമുക്ക് ഈ 10നെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. അതായത് 2 × 5 10 അല്ലേ. അതുപോലെ നമുക്ക് ഈ 10നെ വീണ്ടും ചെറുതാക്കാമല്ലോ, 2 × 5. പിന്നെ ഈ 2 ഇവിടേക്ക് എടുത്തെഴുതാം, ഈ 3 ഇവിടേക്ക് എടുത്തെഴുതാം. ഇനി നമുക്ക് അടുത്തത് 150. 150 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്ടറുകളാണ് 10 × 15 അല്ലേ. അപ്പോൾ നമുക്ക് 10നെ 2 × 5 എന്ന് എഴുതാം. അതേപോലെ ഈ 15നെ നമുക്ക് 3 × 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 15ൻ്റെയും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഈ 600ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് എടുത്ത് എഴുതാം. അതായത് ഇവിടെ 2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 1 2 3 പ്രാവശ്യം 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ഞാൻ 2 എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 3 വന്നിട്ടുണ്ട് അല്ലേ, 3 ഇവിടെ എഴുതി. 2 5 ഉണ്ട്, × 2 5 എഴുതി. ഇനി 150ൽ നമുക്ക് 2 ഒരു പ്രാവശ്യം, 3 ഒരു പ്രാവശ്യം, 5 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതി. ഇനി നമുക്കിതിൽ ഈ 2 ഈ 2 നമ്പറുകളെ നമ്മൾ ഫാക്ടർ ആക്കിയതിൽ, ഘടകങ്ങളാക്കിയതിൽ ഏതൊക്കെ നമ്പറുകളാണ് പൊതുവായിട്ടുള്ളതെന്ന് നോക്കണം. കോമൺ ആയിട്ടുള്ള നമ്പറുകൾ, ആ നമ്പറുകളെ പറയുന്നതാണ് കോമൺ ഫാക്ടർ എന്ന്. അതിനെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതായത് പൊതുഘടകത്തിനെ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ 2 ഉണ്ടല്ലോ, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഒഴിവാക്കാം. ഇനി ഇവിടെ ഉള്ളത്, ഇനി ഇവിടെ 2 ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഈ 2 നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെയും ഒരു 3 ഉണ്ട് അല്ലേ. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെയും ഒരു 5 ഉണ്ട്. ഇവിടുത്തെ 5 ഇവിടുത്തെ 5. ഇതൊക്കെയാണ് ഇതിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, പൊതുഘടകം. ഇനി ഇതിലില്ലാത്തത് ഏതൊക്കെയാണ്? 2 × 2. ഈ 2 × 2 നമുക്ക് ഇവിടേക്ക് എടുത്തെഴുതാം. അതായിരിക്കും ഇതിൻ്റെ കോഷ്യൻ്റ് എന്ന് പറയുന്നത്, ഹരണഫലം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 600 ഡിവിഷൻ 150 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 4 ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 600നെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 150നെ നമുക്ക് 2 വെച്ച് ഗുണിച്ച് നോക്കാം അല്ലേ. 2 വെച്ച് ഗുണിക്കുമ്പോൾ 300 കിട്ടുന്നത്. ഇനി നമുക്ക് 150നെ 3 കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ 450 കിട്ടുന്നത്. ഇനി 150നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 600 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഷ്യൻ്റ് കിട്ടിയല്ലോ. ഹരണഫലം എന്ന് പറയുന്നത് 4 ആണ്. ആ 4 തന്നെയാണല്ലോ നമുക്ക് ഇവിടെയും കിട്ടിയത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 900 ഹരണം 180. അതായത് 900നെ 180 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ, ഈ 900നെ 900നെ നമുക്ക് ഫാക്ടറുകളാക്കി മാറ്റാം. അതായത് 100 × 9 900 എന്ന് പറയുന്നത് അല്ലേ, അത് 900 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 100നെ നമുക്ക് എങ്ങനെ മാറ്റാം? 10 × 10 അല്ലേ. 9ന് നമുക്ക് 3 × 3 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. ഈ 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം അല്ലേ. ഈ 3 ഇവിടേക്ക് എടുത്തെഴുതി, ഈ 3 ഇവിടേക്ക് എടുത്തെഴുതി. ഇനി നമുക്ക് 180 ആണുള്ളത്. 180ന് നമുക്ക് 18 × 10 എന്ന് എഴുതാം. 18ന് നമുക്ക് 2 × 9 എന്ന് എഴുതിക്കൂടെ. അതേപോലെ 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 2നെ അങ്ങനെ തന്നെ എഴുതാം. 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം അല്ലേ. ഈ 2 അങ്ങനെ എഴുതി, ഈ 5ഉം ഇവിടെ എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയേക്കണ ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 900ൽ വന്നേക്കണത് ഇവിടെ 1 2 2 2 ഉണ്ടല്ലേ, 2 2 എഴുതി.
2 3 ഉണ്ട്, 2 3 എഴുതി, 2 5 ഉണ്ട്, ആ 2 5 എഴുതി. ഇനി 180ലുള്ള ഫാക്ടറുകൾ നോക്കാം. 2 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിവിടെ എടുത്ത് എഴുതി. 3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 5 ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ കോമൺ ഫാക്ടറുകൾ നോക്കാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഒഴിവാക്കാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ, അതും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 5. ഈ 5ന് മാത്രം ആളില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്നത്, ഹരണഫലമായിട്ട് വരുന്നത് 5 ആണ്. മനസ്സിലായല്ലോ. അതായത് 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്പറാണ് 225ഉം 75ഉം. 225നെ നമുക്ക് 75 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 225നെ നമുക്ക് ഫാക്ടറുകളാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 225നെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഡിവിഷൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 1ൻ്റെ പ്ലേസിൽ കിടക്കുന്നത് 5 ആയതുകൊണ്ട് നമുക്ക് 5 വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം, ഹരണം ചെയ്യാം. അപ്പോൾ നമുക്ക് 225നെ 5 കൊണ്ട് നമുക്ക് ആദ്യം ഹരിക്കുമ്പോൾ 5 × 4 20 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 22ൻ്റെ അടിയിൽ 20 എഴുതാം. അതിന് ശേഷം നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ. അതായത് ഈ 2ന് നമ്മൾ താഴേക്ക് ഇടയ്ക്ക് എഴുതി, ഈ 2ൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോൾ 0 ആയി അല്ലേ. ഇനി നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ 5നെ താഴേക്ക് എടുത്ത് എഴുതി. ഇനി നമുക്ക് അടുത്തത് 25ആണ് കിട്ടേണ്ടത് അല്ലേ. 5ൻ്റെ ടേബിൾ 25 വരുന്നത് എപ്പോഴാണ്? 5 × 5 ആണ് 25 വരുന്നത്. അപ്പോൾ നമുക്ക് 25 എഴുതി, അവിടെ 0 എഴുതി. അപ്പോൾ 45 × 5 ആണ് 225 എന്ന് വരുന്നത്. മനസ്സിലായല്ലോ. 45 × 5. അപ്പോൾ നമുക്ക് 45നെ 9 × 5 എന്ന് എഴുതാം. ഈ 5 അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് ഈ 9നെ വീണ്ടും നമുക്ക് ഫാക്ടർ ആക്കാം. 3 × 3 എന്ന് എഴുതാം അല്ലേ. ഈ 5 ഇവിടെ എഴുതി, അതേപോലെ ഈ 5 ഇവിടെ എഴുതി. അപ്പോൾ അത് കിട്ടിയാലോ. ഇനി നമുക്ക് മാറ്റാനുള്ളത് 75 ആണ്. 75നെ നമുക്ക് ഫാക്ടറാക്കി മാറ്റാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു 5 വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഹരിച്ച് നോക്കാം, ഡിവിഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 75നെ 5 കൊണ്ട് ആദ്യം നമുക്ക് നോക്കാം. 5ൻ്റെ ടേബിളിൽ നമുക്ക് 7 കിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് 1 × 5 ആണ് 5 വരുന്നത്. അപ്പോൾ 7ൻ്റെ ഇടയിൽ നമ്മൾ 5 എഴുതി, അതിന് ശേഷം മൈനസ് ചെയ്യാം അല്ലേ. 7ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 2. അതിന് ശേഷം ഈ 5നെ താഴേക്ക് എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ 25 വന്നു അല്ലേ. 25 വരുന്നത് 5ൻ്റെ ടേബിളിൽ എപ്പോഴാണ്? 5 × 5 ആണ് 25. ആ 25 ഇവിടെ എഴുതി, 0 വന്നു. അപ്പോൾ ഈ 15നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75 കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതാലോ, അത് 15 × 5 ആണ് 75 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 15നെ 3 × 5 എന്ന് എഴുതാലോ. അതിനുശേഷം ഈ 5 ഇവിടെ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഈ 225ൻ്റെ ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 3 ഉണ്ട്, 2 5 ഉണ്ട് അല്ലേ. ആ 2 3ഉം 2 5ഉം ഇവിടേക്ക് എടുത്ത് എഴുതി. ഇനി 75ൽ 1 3ഉം 2 5ഉം ഉണ്ട്. ആ 1 3ഉം 2 5ഉം ഇവിടെ എടുത്ത് എഴുതി. അതിനുശേഷം നമുക്ക് കോമൺ ഫാക്ടർ കാണാം, പൊതുഘടകം കാണാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം അല്ലേ. ഇനി 3 ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ 3 ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റി നിർത്തിയത് ആരാ? 3 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താ? 3 ആണ് വരുന്നത്. അതായത് 225നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം, കോഷ്യൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്പർ 420ഉം 105 ആണ്. 420നെ 105 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് 425നെ എങ്ങനെ ഘടകങ്ങളാക്കാൻ പറ്റും, എങ്ങനെ ഫാക്ടർ ആക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ഒരു 5 വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിവിഷൻ ചെയ്ത് നോക്കാം, ഹരിച്ച് നോക്കാം. 5 തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ട് ഹരിച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഈ 1ൻ്റെ പ്ലേസിൽ 0യും ഇവിടെ 5ഉം വന്നതുകൊണ്ടാണ് നമ്മൾ 5 എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ടായാലും ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 5 വെച്ചിട്ടാണ് ചെയ്യണത്. 5 × 8 ആണ് 40 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 42ൻ്റെ അടിയിൽ 40 എഴുതി. അതിനുശേഷം നമുക്ക് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ 2 ഇവിടെ താഴേക്ക് എടുത്ത് എഴുതി, 0യും താഴേക്ക് എടുത്ത് എഴുതി. ഇനി 5ൻ്റെ ടേബിളിൽ 20 വരുന്നത് 5 × 4 ആണ് 20 അല്ലേ. അപ്പോൾ 4 ഇവിടെ എഴുതി, 20 ഇവിടെ എഴുതി. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നമുക്ക് 84 × 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 420 കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് 5ന് നമുക്ക് ഇനിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് 5 അവിടെ തന്നെ എടുത്ത് എഴുതി. ഇനി 84നെ നമുക്ക് ഫാക്ടറുകളാക്കണം അല്ലേ, വലിയ സംഖ്യ അല്ലേ. അപ്പോൾ നമുക്ക് 84
84നെ നമുക്ക് വീണ്ടും 4 വെച്ചിട്ട് അങ്ങനെ ഹരിച്ച് നോക്കാം. അപ്പോൾ 84നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 × 2 ആണ് 8 അല്ലേ? അപ്പോൾ 8 എഴുതി. അത് മൈനസ് ചെയ്യുമ്പോൾ 0 വരുമല്ലോ. ഈ 4നെ താഴേക്ക് എടുത്ത് എഴുതി. ഇനി 1 × 4 ആണ് 4 വരുന്നത് അല്ലേ? അപ്പോൾ ഈ 4ൻ്റെ ഇടയിൽ 4 എഴുതി 0. അപ്പോൾ നമുക്ക് 21 × 4 ആണ് എന്ത് 84 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 21 × 4 എന്ന് എഴുതാം. അപ്പോൾ ഈ 5നെ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 21നെ നമുക്ക് 7 × 3 21 എന്ന് എഴുതാം അല്ലേ? അതേപോലെ 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ നമുക്ക് 105 105നും ഇതേപോലെ ഫാക്ടറുകളാക്കണം, ഘടകങ്ങളാക്കണം. ഇതും ഒരു വലിയ സംഖ്യയാണല്ലോ. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 105നെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഹരിച്ച് നോക്കണം, ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിവിടെ 105നെ ഇവിടെ 5 വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ 5 വന്നേക്കണ കാരണം വേറെ ഏത് നമ്പർ വെച്ച് ഹരിച്ചാലും നമുക്ക് എന്താ ഇത് 105 ഒരിക്കലും 0 ആയിട്ട് കിട്ടില്ല കേട്ടോ. റിമൈൻഡർ 0 ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ 5 വെച്ച് തന്നെ ഹരിക്കണം. ഇവിടെ റൈറ്റ് സൈഡിൽ 5 വന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണെന്ന് അറിയാം, അതാണ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇനി 5ൻ്റെ ടേബിളിൽ 10 വരുന്നത് 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 5 × 2 ആണ് 10. ആ 10 ഇവിടെ എഴുതി. അത് മൈനസ് ചെയ്യുമ്പോൾ 0 വരും. ഈ 5നെ താഴേക്ക് എടുത്ത് എഴുതി. 1 × 5 ആണല്ലോ 5, അതിവിടെ എഴുതി 0 അല്ല. അപ്പോൾ 21 × 5 ആണ് 105 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 21 × 5 എന്ന് എഴുതാം. ഇനി നമുക്ക് 21നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാലോ. 7 × 3 21. അതുപോലെ ഈ 5നെ താഴേക്ക് എടുത്ത് എഴുതി. ഇപ്പോൾ നമുക്ക് എല്ലാതിൻ്റെ ഫാക്ടറുകൾ കിട്ടിയാലോ, ഘടകങ്ങളല്ലാതിൻ്റെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 420ൽ നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്? 2 2ഉം ഒരു 3ഉം അല്ലേ? 2 2ഉം ഒരു 3ഉം പിന്നെ ഒരു 5ഉം ഒരു 7ഉം അതും ഇവിടേക്ക് എടുത്ത് എഴുതി. ഇനി 105ൽ ഒരു 3 5 7 3 5 7 അല്ലേ? ഇവിടെ 2 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 2നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3 വന്നിട്ടുണ്ട്, ഇവിടെ 3 വന്നിട്ടുണ്ട്. ഇതാണ് പൊതുഘടകം അല്ലേ? അതായത് കോമൺ ഫാക്ടർ. അതുപോലെ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നമ്പർ നമുക്ക് നോക്കാം. 2 × 2 4ആണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, ഹരണഫലം. അതായത് 420നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.